السلام عليكم ورحمة الله تعالى وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهدي بقلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ ഇരുത്തവും എല്ലാം അല്ലാഹു സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം പരിശുദ്ധമായ റമദാനിന്റെ മുമ്പൊക്കെ ഞങ്ങൾ പകലിലൊക്കെയും ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ വെയിലിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ എത്രയോ ലിറ്ററുകൾ വെള്ളം കുടിക്കുന്ന ഞങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ചേർന്നപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാമിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം അപേക്ഷിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധമായ നോമ്പ് നോക്കുകയും അതേപോലെ രാത്രിയുള്ള തറാവിയ് നിസ്കരിച്ചുകൊണ്ട് അമലും ചെയ്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിന്റെ ധന്യമാക്കുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത്. മറ്റൊരു ഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ കൂടിയ ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഞങ്ങൾ ഇവിടെ കണ്ട ഒരു ദൃശ്യം, തറാവി നിസ്കാരത്തിന് വേണ്ടി രണ്ടര കാലത്തിനും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾ ആവേശമായി ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹു ഈ സ്വലാത്തിന്റെ കാരണം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ചാരത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ജീവിതത്തിന്റെ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. ഇവിടെ പറഞ്ഞ ഈ സ്വലാത്തുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ പേരിൽ 10 സ്വലാത്ത്, ഞങ്ങൾ 1 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്തും പറയുന്നതാണ് പരിശുദ്ധമായ ഹദീസുകളൊക്കെയും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനെ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിലേക്ക് ഒരു സ്വഹാബി വന്നു പറയുന്നു, ഓ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തീരുമാനം ചെയ്യുകയാണ്. എന്താണ് തീരുമാനം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ ആ സ്വഹാബത്ത് അതാ പറയുന്നു, ഓ നബിയേ, എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ഭാഗ്യമാക്കിയിട്ട് ആ ഒരു ഭാഗ്യം ഞാൻ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനോട് പറയുന്നു, ഓ സ്വഹാബ, മതിയായിട്ടില്ല സ്വഹാബ, അത്രയും ഈ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല സ്വഹാബ. അതിനേക്കാൾ കൂടുതൽ നിനക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് നിനക്ക് ഖൈറ് സ്വഹാബ എന്ന് പൊന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്വഹാബത്ത് പറയുന്നു, ഓ നബിയേ, എന്റെ ജീവിതത്തിന്റെ 4 ഭാഗമാക്കിയിട്ട് ആ ഒരു ഭാഗ്യം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ തീരുമാനിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ല സ്വഹാബ, ഇല്ല, മതിയായിട്ടില്ല സ്വഹാബ, അതിനേക്കാൾ നിനക്ക് ജാസ്തിയാക്കുകയുമെങ്കിൽ അതാണ് നിനക്ക് ഖൈർ എന്ന് പൊന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അതാ സ്വഹാബത്ത് പിന്നെ പറയുന്നു, അവസാനമായി പറയുന്നു, ഓ നബിയേ, എന്റെ ജീവിതത്തിലുള്ള ഫർളായ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷമുള്ള മുഴുവനും ടൈമുകളൊക്കെയും മുഴുവനും സമയങ്ങളിലും ഞാൻ പൊന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയേ
എന്ന് പറഞ്ഞപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനോട് പറയുന്നു, ഓ സ്വഹാബ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കഴിഞ്ഞു. കാലൊരു സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചതിന്റെ കാരണമാണ് പൊന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനേക്ക് കൊടുത്ത ഒരു ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീവിതം കൊണ്ട് ഞങ്ങൾ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കണം. പൊന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. എന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങളെ നാവിനെ കൊണ്ട് ഞങ്ങൾ ദിക്ർ കൊണ്ട് സൗവാക്കണം, ദിക്റുകൾ പറയണം, സ്വലാത്തുകൾ പറയണം. മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും ചൂട്ട പറഞ്ഞ് കാര്യമില്ല. അതിനേക്കാൾ ഞങ്ങൾക്ക് ഹൈറ് ദിക്റും സ്വലാത്തും ചൊല്ലലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തോറുമാറാകട്ടെ. ആമീൻ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ബദരീങ്ങളെ സ്മരിക്കുന്ന ദിവസം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളെ കാവലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഫാദ് ശൈഖ് തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാവരുടെ എല്ലാ ഉദ്ദേശം അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അതേപോലെ ഒരുമിച്ച് കൂടിയ ഞങ്ങളും ഞങ്ങളെ എല്ലാ നിലയിലും ഞങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദും ഞങ്ങളുടെ നാടിന്റെ നേതൃത്വമായ ഉസ്താദ് അവർക്കും ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും എല്ലാ ഖൈറായ വാതിലുകളും അല്ലാഹു ഞങ്ങൾക്ക് തുറന്നു തരുമാറാകട്ടെ. മരിക്കുമ്പോൾ അവസാനമായി കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പൊന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയോടുള്ള ഫോട്ടോ കണ്ടു മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ദുആസിയത്തോടു കൂടി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.